കോഴിക്കോട് പൂനൂരിൽ ഐസ് പ്ലാന്റ് പൊളിച്ചു മാറ്റുമ്പോൾ അമോണിയ വാതക ചോർച്ചാ സാധ്യത കണക്കിലെടുത്ത് സ്കൂളിന് അവധി നൽകി. പൂനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവധി നൽകിയത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സാന്നിധ്യത്തിലാണ് പ്ലാന്റ് നീക്കം ചെയ്യുക. മിഥില ബാലൻ വിവരങ്ങളുമായി ചേർന്നു. മിഥില, എന്തുകൊണ്ടാണ് അത്ര കണ്ട് ഈ അമോണിയ വാതക ചോർച്ച പരിഗണിച്ചുള്ള ജാഗ്രത? അത് ഇത്തരം ഐസ് പ്ലാന്റുകൾ നീക്കുമ്പോൾ പതിവുള്ളതാണോ അത്? അശ്മി, ഇതൊരു സ്വകാര്യ വ്യക്തി നടത്തുന്ന ഐസ് പ്ലാന്റ് ആണ്. ഇന്നലെ ഇവിടെ നിന്നും പൊളിച്ചു മാറ്റാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അത് പഞ്ചായത്തിൻ്റെ ഒന്നും അനുമതി ഇല്ലാതെയായിരുന്നു ഇത്തരത്തിൽ പൊളിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയത്. എന്നാൽ അതിനിടയിൽ അമോണിയ വാതകം ഇന്നലെ ചോർന്നു. ചെറിയ രീതിയിൽ ഒരു കുട്ടിക്കുൾപ്പെടെ ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഈ 500 മീറ്റർ പരിധിയിലുള്ള സ്കൂളിന് അവധി നൽകിക്കൊണ്ട് ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും കർശന നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഐസ് പ്ലാന്റ് ഇവിടെ നിന്നും പൊളിച്ചു മാറ്റുന്നത്. ആശങ്കയുണ്ട്, ഇത്തരത്തിൽ അമോണിയം വാതകം ചോർച്ച ഇന്നലെ ഉണ്ടായ സാഹചര്യത്തിൽ പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട്. അതുതന്നെയാണ് മുൻകരുതലെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇത്തരമൊരു നടപടിയിലേക്ക് പോയിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഒരു ഐസ് പ്ലാന്റ് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്ലാന്റ് പൊളിച്ചു മാറ്റണം, ഇത് പ്രവർത്തിപ്പിക്കരുത് എന്ന ഒരു ആവശ്യം പഞ്ചായത്ത് മുന്നോട്ട് വെച്ചത്. അതുപ്രകാരമാണ് ഇന്നലെ ഈ പ്ലാന്റ് പൊളിച്ചു നീക്കാനുള്ള ഒരു നീക്കം ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്തും ഉണ്ടായത്. പക്ഷേ ഇന്നലെ പൊളിച്ചു നീക്കുമ്പോഴും അത് പഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, മുൻകരുതലൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു ഇന്നലെ അമോണിയം ചോർച്ച ഉണ്ടായത്. ആ ഒരു അമോണിയ ചോർച്ച ഉണ്ടാവാതിരിക്കാനും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും സമീപത്തെ സ്കൂളിന് അവധി നൽകിയിരിക്കുന്നു. നല്ല കാര്യമാണ്. എന്തായാലും അതിൽ ജാഗ്രത സ്വീകരിക്കട്ടെ.